ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ ലേ ഓവറിലാണേ. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ടാണ് പറയാം. എൻ്റെ പേര് അബ്ദുൽ ജലീൽ. ഞാനൊരു ആർക്കിടെക്റ്റാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ എം എൻ ഇൻ്റർനാഷണൽ ക്യാബിൻ ക്രൂ ഫോർ വേർഡ്സ് ഇൻ അറ്റ്ലാന്റിക്. സോ ഒഫീഷ്യലി വെൽക്കം ടു മൈ ലേ ഓവർ സീരീസ്, ലേ ഓവർ വിത്ത് മീ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നാലാമത്തെ ഫ്ലൈറ്റല്ല, 4 ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് ബൈയിലായിരുന്നു. സ്റ്റാൻഡ് ബൈയിൽ നിന്ന് പുൾ ഔട്ടായ ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡാണ്. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇന്ന് ലേ ഓവറിൽ. മാക്സിമം റെസ്റ്റ് എടുക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വെക്കേഷൻ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം റെസ്റ്റ് എടുക്കണം. ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയിരിക്കും. ഇപ്പോൾ ഞാൻ വരുന്ന വഴി MNS നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അത് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഹീറ്റ് ചെയ്തിട്ട് കഴിക്കണം. ഇപ്പോഴത്തേ ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. MNS നിന്ന് ഞാൻ ഫുഡ് എടുത്തിട്ടാണ് വരല്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഗ്രീൻ തായ് കറി, ഈ സാധനം ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞാൻ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഹീറ്റ് ചെയ്തിട്ട് കഴിക്കണം. നാല് ഫ്ലൈറ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ 4 ഫ്ലൈറ്റല്ല, ഇതിപ്പോൾ 5ാമത്തെ ഫ്ലൈറ്റാണ്. ഫ്ലൈയിങ് അവേഴ്സ് കുറച്ച് ഹൈ ആണ്. ഇനിയിപ്പോൾ അടുത്തൊരു ഫ്ലൈറ്റ് ഇട്ടാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊസിഷനിങ് ആയിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ് എന്താണെന്നറിയില്ല, ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കാത്ത ആളായിരുന്നു. പ്രായത്തിൻ്റെ ഒന്നും അറിയില്ല. ഇപ്പോൾ ഞാൻ പൊതുവെ എപ്പോഴും തണുത്ത സമയം, അതായത് പുറത്ത് തണുവാണെന്നുള്ള സമയത്താണെങ്കിലും തണുപ്പുള്ള സമയത്താണെങ്കിലും ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കില്ല. ഞാൻ ഒട്ടും ചൂടുവെള്ളം ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷേ ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ഈ ചൂടുവെള്ളത്തിൽ ബാത്തൊക്കെ എടുക്കുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ ഷവർ ബാത്തൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ബാത്തൊക്കെ എടുക്കും. ഇനി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് താഴെ വരെ പോവാണ്. ലോഞ്ചിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ച് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൊലീഗ് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ചുമ്മാ ഒന്ന് പോവാം. ഞാൻ ഓൾറെഡി എയർക്രാഫ്റ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ വലിയ വിശപ്പില്ല. പിന്നെ വിളിച്ചതല്ലേ മടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ലോഞ്ച് വരെ പോവാണ്. അല്ലെങ്കിൽ ഞാൻ നേരെ ഇപ്പോൾ ഒരു ബാത്റൂം ഇട്ട് നേരെ കുറച്ച് നേരം കിടന്നാനായിരുന്നു. ഉറങ്ങില്ല കേട്ടോ, കാരണം നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ തിരിച്ച് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ മാക്സിമം ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ ഇന്ന് നൈറ്റ് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു നൈറ്റ് സ്ലീപ്പ് എടുത്ത് പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ക്ഷീണമില്ലാണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് കൂടുതൽ ഉറങ്ങാനും പറ്റില്ല. എനിക്കൊരു മാക്സിമം 10 hours, 8 hours കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ സങ്കടമാണ്. ദിവസം പോയൊരു ഫീലാണ്. അപ്പം ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഞാൻ മാക്സിമം വയ്യാണ്ടായാലും ട്രൈ ടു സ്റ്റേ അവേക്ക്. എന്നിട്ട് നൈറ്റ് ഒറ്റൊരു സ്ലീപ്പ്. ഇതാണ് ഞാൻ ചെയ്യല്. ഇപ്പോൾ അത് ഞാൻ ഡ്രസ്സ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്ലിപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സ്ലിപ്പറും ബാത്റൂം അയക്കാന്ന് പറഞ്ഞിട്ട് അവർ അയച്ചിട്ടില്ല റൂം സർവീസ്. സ്ലിപ്പർ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പർ ഇട്ട് പോയാൽ മതി. ഞാൻ ഷൂ ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഷൂ വലിച്ചു വരി സോക്സൊക്കെ ഇട്ട് പോകാൻ വയ്യ. ഹോട്ടലിൻ്റെ അകത്ത് തന്നെയാണ് ക്രൂ ലോഞ്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് സ്ലിപ്പർ ഇട്ട് നടന്നാൽ മതി. അപ്പോൾ ഞാൻ സ്ലിപ്പറിന് വെയിറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവനിപ്പോൾ വിളിക്കും. അപ്പോൾ അവരെ കൂടെ കൊണ്ടുവരും. അപ്പോൾ ഷൂ ഇട്ടിട്ട് തന്നെ കൊണ്ടുവരും. വേറെ നിവൃത്തിയില്ലെങ്കിൽ ഷൂ തന്നെ ഇടണം. MNS ഈ മഫിൻ എപ്പോഴും വാങ്ങലുള്ളതാണ്. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എപ്പോൾ കണ്ടാലും എനിക്ക് ഈ മഫിൻ തന്നെ വേണം. ഈ മഫിൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് പോവാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഷൂ ഇട്ടിട്ടോ, സ്ലിപ്പർ വരുന്നില്ല. അപ്പോൾ ഞാൻ ഷൂ ഇട്ടിട്ട് ഇനിയിപ്പോൾ അവനെ നേരം വൈകി കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ലോഞ്ചിൽ പോവാം. ഞാൻ അങ്ങനെ ക്രൂ ലോഞ്ചിൽ വന്ന് എൻ്റെ കൊളീഗ്സായിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു. ഞാൻ പൊതുവേ ഇന്ത്യൻ ഫുഡ് അവിടെ നിന്ന് ക്യാരി ചെയ്യലില്ല. ഇവർ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കഴിച്ചതാണ്. ഇതിപ്പോൾ ഇതാണ് ലോഞ്ച് കേട്ടോ. ഇവിടെ നമുക്ക് കിച്ചൺ ഉണ്ട് അകത്ത്. അവിടെ ഓവനുണ്ട്. അവിടെ വേറെ ഏതോ ക്രൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അകത്തോട്ട് പോകുന്നില്ല. അവർ അവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാൻ അവരെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് പുറത്ത് പോകാനൊന്ന് റെഡിയായി. വേറെ എടുക്കില്ല, ഞാൻ ഇവിടെ ടെർമിനലിലേക്കാണ് പോകുന്നത്, T3ക്കാണ് പോകുന്നത്. കാരണം സോൾട്ടിൽ നിന്ന് സൗദിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കൂടെ ഗ്രേക്കും പോകുന്നുണ്ട് പാസഞ്ചറായിട്ട്. അപ്പോൾ എനിക്ക് അവരെ ഒന്ന് പോയി കാണണം. കാരണം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. സോ നമുക്കത് പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഇവിടെ നിന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്ത് ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ പുറത്ത് നല്ല വെയിലാണ്, ചൂടുള്ളതുകൊണ്ട് ജാക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഷൂ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് പുറത്ത് പോവാം, പുറത്ത് കളിച്ചിട്ടുണ്ട്. ഞാൻ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നു. അപ്പോൾ ബസ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. ആൻഡ് ഓൾസോ 6:30ക്കാണ് സോൾട്ട് ടെർമിനലിൻ്റെ അവിടെ എത്തുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ അടുത്തെത്തുന്ന സമയമാകുമ്പോഴത്തേനും വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള ബസ് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ അങ്ങനെയാണെങ്കിലും നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ റൺവേൻ്റെ അവിടേക്ക് പോയിട്ട് ഞാൻ റൺവേ കാണിച്ചു തരാം. ഞാൻ ഇന്ന് പ്ലെയിൻ സ്പോട്ടിങ്ങിന് പോകുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ടാസ്ക് അതാണ്. എപ്പോഴും ഞാൻ പ്ലെയിൻ സ്പോട്ടിങ്ങിനാണ് പോകുക. എത്ര വയ്യ എന്നുണ്ടെങ്കിലും ഞാൻ ചുമ്മാ പ്ലെയിൻ സ്പോട്ടിങ്ങിന് പോയിട്ട് ഇരിക്കും, എവിടെയും പോയില്ല എന്നുണ്ടെങ്കിൽ. ബട്ട് ദിസ് ടൈം ഞാൻ പ്ലെയിൻ സ്പോട്ടിങ്ങിന് പോകുന്നില്ല. റൺവേൻ്റെ സൈഡിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാൻ ഇതിലേ പോവായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കോന്തൂസ് കിടക്കുന്നുണ്ട് അറ്റത്ത്. തൊട്ടടുത്താണ് റൺവേ. മുമ്പ് ഞാൻ ഇതിലെ ക്രോസ് ചെയ്തിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ട്രസ് പാസിങ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ എന്തോ ട്രാൻസ്പോർട്ടേഷൻ്റെ ബിൽഡിംഗ് ആണ് ഈ സൈഡിൽ. അപ്പോൾ ഞാൻ അങ്ങ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ പോയിട്ടോ. കാരണം സ്പ്രിങ് കഴിഞ്ഞ് അത്യാവശ്യം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി റിസർവ്ഡ് ഫോർ ദ വിസിറ്റേഴ്സ് ഓൺ ഒഫീഷ്യൽ ബിസിനസ്. നമുക്കിവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ ആദ്യം പോവാം. ഞാൻ പൊതുവേ സമ്മറിൽ ഈ പാർക്കിലൊക്കെ വന്നിരിക്കലുണ്ട്. സോ മഴയത്തും അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞുള്ള സമയത്ത് ഭയങ്കരമായിട്ട് ചെള്ളി പിടിച്ച് കിടക്കുന്ന പാർക്കാണ്. പക്ഷെ ഇപ്പോൾ അടിപൊളിയായി. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഇവിടെ ഉള്ളൊരു മരമാണ്, പക്ഷെ അതിപ്പോൾ ഫുള്ള് പച്ചപ്പായി കണ്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കിടക്കാൻ പാടില്ല എന്നായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ക്രോസ് ചെയ്ത് ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അത് ക്രോസ് ചെയ്തിട്ടാണ് അപ്പോഴും പോക്ക്. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. ഈ ചെടിയാണ് ഞാൻ അന്ന് വീഡിയോ ഇട്ടത്. എക്സാക്ട്ലി ഈ ചെടി. ഇന്നിപ്പോൾ അത് ഫുള്ള് ഗ്രീനായി. ഞാൻ കഴിഞ്ഞ സമ്മറിലാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഇടയിൽ ഇടയിൽ നമ്മൾ ഹോട്ടൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ചൂടായിരുന്നു. ഞാൻ റൺവേയിലേക്ക് പ്ലെയിൻ സ്പോട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ വേർക്കുമായിരുന്നു, അത്രയും ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്താനായി. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഷ്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഡെഫോഡിൽസ് ആയിരുന്നു. പക്ഷേ ഡെഫോഡിൽസൊക്കെ പോയി. ഇപ്പം ചൂടും ആയില്ല ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ ചൂടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കംഫർട്ടബിൾ ആയിട്ടുള്ള വെതറായി. മറ്റേത് തണുത്ത് വിറച്ച്. ചിലപ്പോൾ ഞാൻ റൺവേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫുള്ള് മഴ പെയ്തിട്ട് തണുത്ത് വിറക്കും. എന്നിട്ട് ഞാൻ ഓടിയിട്ടാണെങ്കിൽ എത്തേയില്ല. ഇവിടെ നിന്ന് അത്യാവശ്യം ഉണ്ട്. ഇത് റൺവേൻ്റെ ഒരു മിഡിൽ പോർഷനാണ് ഈ ഭാഗം. റൺവേൻ്റെ അറ്റങ്ങ് ദൂരെയാണ്. ഇവിടെ നിന്നൊരു 20 മിനിറ്റൊക്കെ നടക്കാനുണ്ടാവും. അപ്പുറത്തെ റൺവേക്ക് ഞാൻ ഒരു ദിവസം നടന്നപ്പോൾ 1 മണിക്കൂർ ഞാൻ നടന്നത്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ബസ് പിടിച്ചു പോന്നു. ഡിപ്പാച്ചറാണോ അറൈവലാണോ എന്ന് അറിയില്ല ഈ റൺവേയിൽ. ഞാൻ നിൽക്കുന്ന റൺവേയിൽ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ റൺവേ ജംഗ്ഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ടെർമിനൽ. അവിടേക്കാണ് ടെർമിനൽ. ഇവിടെ എന്തെങ്കിലും ഒരു ഡിപ്പാച്ചറോ അറൈവലോ കാണേണ്ടതാണ്. ഇന്ന് സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. നമുക്ക് അപ്പുറത്ത് കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ.
അപ്പുറത്ത് പെഡസ്ട്രിയൻ അലൗഡ് അല്ല, പിന്നെ ഡ്രോൺ അലൗഡ് അല്ല. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ എയർപോർട്ട് കാണാൻ പറ്റുക അങ്ങനെയില്ല. ലാൻഡിങ് ആണ്, ദൂരെ എയർക്രാഫ്റ്റ് ഇറങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലൈൻ കാണാൻ പറ്റും. അത്യാവശ്യം ക്ലിയർ വെതർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 എയർക്രാഫ്റ്റൊക്കെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഇവിടെ ഒരു 40 സെക്കൻഡ്സിലൊക്കെ ഓരോ എയർക്രാഫ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് റൺവേയിൽ ഇറങ്ങി ടാക്സി ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടായി കഴിഞ്ഞാൽ അപ്പോൾ അടുത്തത് അവിടെ ടച്ച് ഡൗൺ ചെയ്യും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഏരിയ. ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത സാധനമാണ് എയർക്രാഫ്റ്റ് ഇറങ്ങുന്നതൊക്കെ. അതിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി ഉണ്ടോ. ഇത്ര അടുത്ത് കാണുമ്പോൾ ഞാൻ പണ്ട് ഇത് നോക്കി നിൽക്കുമായിരുന്നു. അതായത് ഇങ്ങനെ നോക്കി മോളിലേക്ക് നോക്കി. ഞാൻ പൊതുവേ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നടക്കുമ്പോൾ ഫുള്ളിങ്ങനെ മോളിലേക്ക് നോക്കി നടക്കുക. അത് എൻ്റെ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഭൂമിയിലുള്ള, അതായത് എൻ്റെ സൈഡിൽ കൂടെ ആരെങ്കിലും പോയാൽ തന്നെ ഞാൻ അറിയില്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് എന്നെ പറ്റി പറയലുണ്ട്. ഒന്നാമത് ഇതേപോലെ എന്തെങ്കിലും ആകാശം നോക്കി ഇങ്ങനെ നടക്കും. പക്ഷേ ഇപ്പോൾ ആകാശത്ത് ചെറുതായിട്ട് കണ്ട സാധനം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴാണ് റിയലൈസ് ചെയ്യുക ഞാനതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും അത് റിയലൈസ് ചെയ്യലില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടൽ. പ്രശ്നം ചുമ്മാ റൺവേൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാലും ഞാൻ നടന്ന് മിക്കവാറും അവസാനം അവിടെ എത്തും. പക്ഷെ ഇന്ന് പോകാനുള്ളതുകൊണ്ട് അതുണ്ട് മനസ്സിൽ. പക്ഷേ എയർക്രാഫ്റ്റ് ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ പിന്നെ കുറച്ചടുത്ത് കാണാൻ പോകും, പിന്നെ കുറച്ചടുത്ത് കാണാൻ പോകും. അങ്ങനെ അവസാനം റൺവേൻ്റെ അറ്റത്തെത്തും. ഇതാണ് പൊതുവെ എല്ലാ ദിവസവും സംഭവിക്കുക. അതായത് എല്ലാ ലേഓവറിലും സംഭവിക്കുന്നത്. ഈ റൺവേ, ഇവിടെ കാണുന്ന റൺവേ എന്താ ലാൻഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പുറത്തത് ഡിപ്പാച്ചറിനാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് ഒരു കുവൈത്ത് എയർലൈൻസ് പോകുന്നുണ്ടായിരുന്നു ഡിപ്പാച്ചറിന് വേണ്ടിയിട്ട്. ഇവിടെ ടെർമിനൽ, ഇവർക്ക് BAക്ക് സ്വന്തമായിട്ട് ഇവിടെ ടെർമിനലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന എയർക്രാഫ്റ്റിൽ പകുതി മുക്കാലും BA തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഒരു ബ്രിട്ടീഷ് എയർവേസിൻ്റെ എയർക്രാഫ്റ്റാണ്. സമയത്തും ഓരോ എയർക്രാഫ്റ്റാണ് കാണാൻ. ഇതിപ്പോൾ റെയറായിട്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക. അത് റോയൽ ജോർദാൻ്റെ പൊതുവെ എല്ലാ എയർക്രാഫ്റ്റും വൈറ്റ് അല്ലേ. ഇവരുടേത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്, ഒരു നേവി ബ്ലൂ ആണ്. അതിൻ്റെ ഇടയിൽ ബ്രിട്ടീഷ് എയർവേസ് പിന്നെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റേ സിനിമയിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ കർണാടകക്കാർ, പിന്നെ നീലിമയുടെ കർണാടകക്കാരെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ബ്രിട്ടീഷ് എയർവേസ്, പിന്നെയും ബ്രിട്ടീഷ് എയർവേസ്, പിന്നെയും ബ്രിട്ടീഷ് എയർവേസ്. അടുപ്പിച്ച് ഇങ്ങനെ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ കേട്ടോ. റൺവേയിൽ നിറച്ച് ബ്രിട്ടീഷ് എയർവേസ് ഉണ്ടാവും. സോറി, ടാക്സി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എയർവേസ് കുറേ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് സ്ലോട്ട് കിട്ടാൻ ഇടയ്ക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. BA ഇങ്ങനെ ടേക്ക് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. അവർക്കൊരു പ്രിഫറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്യലുണ്ട്. നമ്മൾ ടാക്സി ചെയ്തിട്ട് നമ്മൾ ടേക്ക് ഓഫിന് പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബോഡിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും നാരോ ബോഡി ടാക്സി ചെയ്തിട്ട് ഇടയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ ടേക്ക് ഓഫ് ചെയ്ത് പോകും. നമ്മളവിടെ ഇങ്ങനെ കാത്തിക്കേണ്ടി വരും. ഇന്നതേപോലെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 11:30-ക്ക് ലാൻഡ് ചെയ്യും. അതൊരു ഏർലി ലാൻഡിങ് ആണ്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഹീത്രൂയിൽ എത്തിയിട്ട് ഒരു 20 മിനിറ്റ്സ് ലാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് വെർജിനാണ്. ഏതാണെന്ന് ഡെസ്റ്റിനേഷൻ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ, വെറുതെ എയർക്രാഫ്റ്റ് നോക്കി. ഇറങ്ങിയതല്ലേ, നമുക്ക് റൺവേൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്തായാലും എനിക്കൊരു മണിക്കൂറുണ്ട്. ഇപ്പോൾ സമയം 5:45 6:30ക്കാണ് എത്തുന്നത്. ഒരു 6:45 ഞാൻ ടെർമിനലെത്തിയാൽ. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും. അടുത്ത BA
അതിങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും എയർക്രാഫ്റ്റ്. ഈ റൺവേൻ്റെ അറ്റത്ത് പോയിട്ട് മറ്റേ എന്താ പറയുക എയർബസ് 380 ഒക്കെ വരുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം പോകും. നോർമൽ എയർക്രാഫ്റ്റ് വൈറ്റ് ബോഡി പോയാൽ തന്നെ പോവും. 380 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വലുതായിരിക്കും, ചിലപ്പോൾ ക്യാമറയിൽ കിട്ടാനില്ല. അത്രയും വലിയ എയർക്രാഫ്റ്റ് കാരണം ഫ്രെയിമിൽ ഒതുങ്ങൂല, ചിലപ്പോൾ ബോഡി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അടുത്ത ഞാൻ ഓൾമോസ്റ്റ് റൺവേൻ്റെ അടുത്ത് എത്താനായി. കാരണം ഓൾമോസ്റ്റ് ഇതാണ് ടച്ച് ഡൗൺ ഏരിയ ഉണ്ടോ, ഇവിടെയാണ് ടച്ച് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ റൺവേൻ്റെ എൻ്റെ എത്താനായിട്ടുണ്ട്. കാരണം കാണിച്ചുതരാം. ഇത് ബി ആണ്. ഇത് കാണുമ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നും കേട്ടോ. ജോക്കറിനെ പോലെ ഇല്ലേ, അതായത് നോസ് ഒരു കളർ ചെയ്തിട്ടുണ്ട്. അത് ചില എയർക്രാഫ്റ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ചില മെയിൻ്റെനൻസ് കഴിഞ്ഞതിന് നോസ് ഇതേപോലെ റെഡ് കളർ അടിച്ചിട്ടുണ്ട്. മെയിൻ്റെനൻസ് കഴിഞ്ഞാണെന്ന് തോന്നണം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് ജോക്കറിനെ പോലെയാണ് തോന്നുന്നത്, നോസ് മാത്രം റെഡ് അടിച്ചിട്ട്. ഇതേപോലെ ചോട്ട എയർക്രാഫ്റ്റ് ഇറങ്ങും. പൊതുവെ സ്കോട്ട്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന സ്കോട്ടിഷിൻ്റെ എനിക്ക് എയർലൈൻ മറന്നുപോയി, അവരുടെയൊക്കെ പ്രൊപ്പല്ലർ വരുന്നുണ്ട്. ഇതേതാണ് എയർലൈൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേപോലെ പ്രൊപ്പല്ലറുള്ള എയർക്രാഫ്റ്റ് ഇറങ്ങും കുറച്ച്. ഇതും സ്കോട്ട്ലാൻഡ് തന്നെയാണ് കേട്ടോ. സ്കോട്ട്ലാൻഡ് ഇറങ്ങുന്നു. ഫൈനലി നടന്ന് റൺവേൻ്റെ അറ്റത്തെത്തി. ഇതാണ് റൺവേൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ സമ്മറായതുകൊണ്ട് കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ SAS-ൻ്റെ ഫ്ലൈറ്റ്. ഞാനൊരു 380-ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ റഡാറ് നോക്കിയില്ല, കാരണം ഞാനൊരു പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റഡാറ് നോക്കി അറൈവൽ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ സമയത്ത് നോക്കിയിട്ട് ഞാൻ വരും. അവിടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഹാങ്ങറാണ്. ഇവിടെയും തൊട്ടടുത്ത എയർക്രാഫ്റ്റാണ്. അവിടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ 777 കിടക്കുന്നുണ്ടോ, എന്തൊരു നീളം നോക്കിയതിന്, പെൻസിൽ പോലെയാണ്. കറക്റ്റ് ലാൻഡിങ് ഏരിയയിലാണ്. നിൽക്കുന്ന സമയത്ത് ഒരു ഗോ അറൗണ്ട് പോയിട്ടോ. ഇത് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വന്നിട്ട് അപ്പം തന്നെ ടേക്ക് ഓഫ് ചെയ്ത് പോയി. എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കണം. ലാൻഡിങ്ങിന് അപ്രോച്ച് ചെയ്ത എയർക്രാഫ്റ്റാണ്, നേരെ ടേക്ക് ഓഫ് ചെയ്തു. ഇനി റൺവേയിൽ എന്തെങ്കിലും കൺജഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ATC ഡിക്ലൈൻ ചെയ്താണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എയർക്രാഫ്റ്റൊക്കെ നേരെ ടേക്ക് ഓഫ് ചെയ്ത് പോകും. ലാൻഡിങ്ങിന് പ്രിപ്പയർ ചെയ്ത് കുറച്ച് ബിഹൈൻഡ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇനിയിതിപ്പോൾ ഹോൾഡിലായിരിക്കും കേട്ടോ. കയറി ഇനി അടുത്ത ക്ലിയറൻസ് കിട്ടുന്ന വരെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് 20 മിനിറ്റാണ് ഹോൾഡ് കിട്ടിയത്. അത് ടേൺ ചെയ്ത് പോകുന്നുണ്ട്. ടേൺ ചെയ്ത് തിരിച്ചിവിടെ തന്നെ വരും. നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോൾ നേരെ ഓടിച്ചെന്നിട്ട് വേണം ബസ് എടുത്തിട്ട് ടെർമിനലിൽ പോകാൻ. ഇത് എയർക്രാഫ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വേഗം പോയിട്ട് നമുക്ക് ടെർമിനലിൽ പോകാം. ഞാൻ ഫൈനലി തിരിച്ചിവിടെ എത്തിയതേ വേർത്ത്. ഇപ്പോൾ സമയം 6:24
6:20 6:24 ബസ്സുണ്ട്. അപ്പം ഞാൻ ബസ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടെർമിനലോ അവിടുന്ന് ഓടിയായിരുന്നു. കാരണം ഈ ബസ് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേനും അവർക്ക് ലേറ്റ് ആവും. പിന്നെ അവർ പറഞ്ഞു അവർ ട്രാഫിക്കിൽ പെട്ടേക്കാണ്, അപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. എനിക്കൊന്നും 8:30 8:45 ആണ് സോൾട്ടൻ്റെ റിപ്പോർട്ടിങ് സൗദിക്ക്. ഇവിടുന്ന് സൗദി ഡെസ്റ്റിനേഷൻ ഫ്ലൈ ചെയ്യുന്നുണ്ട് വാച്ച്. അപ്പോൾ എൻ്റെ ബസ് വന്നു. ഞാൻ കാർഡ് ടാപ്പ് ചെയ്തു. എനിക്ക് കൂപ്പൺ ഉണ്ട്, കാർഡല്ല. അപ്പോൾ കൂപ്പൺ ടാപ്പ് ചെയ്തിട്ട് ഞാൻ ദൈവത്തിക്കുള്ളൂ. ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇത് ടെർമിനൽ 3-യും 2-ലേക്കുള്ള ബസ്സാണ്, H2X. ഞാൻ ടെർമിനലിൽ എത്തി. എനിക്ക് പുറത്തുനിന്ന് അല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ടെർമിനലിലെത്തി. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഫ്ലൈ ചെയ്യല്. സോൾട്ട് മിക്കവാറും ഇങ്ങോട്ട് വരെ ഇരിക്കും. എത്തിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ സീറ്റുണ്ട്, ജസ്റ്റ് ഒരു ബെഞ്ച്, ഒരു പ്ലാറ്റ്ഫോം. അപ്പോഴത്തേക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ അധികം തിരക്കില്ലാത്ത സമയമൊന്നുമുണ്ട്. പാസഞ്ചേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. സോൾട്ടനും ഗ്രേക്കും അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചിറങ്ങിയപ്പോഴത്തേനും എത്തായിരിക്കും. ഒരു കോഫി കുടിച്ച് അവരങ്ങ് പോവും. ഞാൻ എൻ്റെ സാധനം വാങ്ങി നേരെ റൂമിൽ പോയി ഈ ഫുഡും കഴിച്ച് കിടന്നുറങ്ങണം. അത്യാവശ്യം ടയേർഡായി തിരിച്ചോടിയപ്പോഴത്തേനും ഒരു സംഭവം എന്താ ചെയ്യുക, അവർ ലേറ്റായി. M25 ഹൈവേ ആണ്, അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ട് അവർ ലേറ്റായി. അപ്പോൾ സോൾട്ട് നേരെ ചെക്ക് ഇൻ ചെയ്യാൻ 2 ഓപ്പറേറ്റ് ചെയ്യണോണ്ട് നേരെ ഓടി. ഗ്രേക്കിനെ ഞാൻ കണ്ടായിരുന്നു. നമ്മളൊരു കോഫി കുടിച്ച് എൻ്റെ സാധനങ്ങൾക്കെല്ലാം ഞാൻ തിരിച്ച് ബസ് എടുത്തപ്പോൾ ഞാൻ വന്ന സെയിം ബസ്സാണ്, അതായത് സെയിം ഡ്രൈവറാണ്. ബസ് ഓൾമോസ്റ്റ്, അതായത് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ ഡ്രൈവർ, അതായത് ഞാൻ വന്ന സെയിം ബസ് തന്നെയാണ് തിരിച്ച് ഞാൻ പോകുന്നത്. ആലോചിച്ചിട്ട് എന്താ ഷോപ്പിങ്ങിന് വന്നേനോ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ഹോട്ടലിലെത്തി. ഇവിടെ 7:52 8 മണിയായി. നേരെ റിട്ടേണാവാൻ തുടങ്ങി. എന്തെങ്കിലും നേരെ പോയിട്ട് നേരത്തെ വാങ്ങിച്ച് വെച്ച ഫുഡ് ചൂടാക്കണം, കഴിക്കണം. നമുക്ക് നേരെ കൂൾ വെച്ച് പോകും. നേരെ എല്ലാം പോയിട്ട് സാധനം വെച്ച് അവിടുന്ന് ഫുഡ് എടുത്തിട്ട് റൂമിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് നേരെ കൂൾ വെച്ച് പോകും. അപ്പോൾ ഇതാണ് സമ്മറിൻ്റെ പ്രശ്നം. വിൻ്റർ ആയിരിക്കുമ്പോൾ രാവിലെ വന്ന് ഷവർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് വരച്ചിരിക്കലാണ്, വേർക്കല അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇന്നിപ്പോൾ പുറത്ത് പോയതുകൊണ്ട് വേർത്തിട്ട് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഒരു ഫ്രഷായി ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം ക്രൂ ലോഞ്ചിൽ പോയിട്ട് ഹീറ്റ് ചെയ്തിട്ട് വരാം. അതെ, ഇതാണ് ക്രൂ ലോഞ്ച്. ഇവിടെ ഓവനുണ്ട്. ഇതിപ്പോൾ നമുക്ക് 5 മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ മതി. 5 മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ മതി. നമുക്ക് കവർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഫുഡാകുമ്പോൾ എളുപ്പമാണ്, പ്രീ കുക്ക്ഡ് ഫുഡാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് അടച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇതേപ്പോൾ അവിടെ ആവുന്നുണ്ട്. പുറത്ത് നേരം ഇരുട്ടി തുടങ്ങി, നൈറ്റ് ആവാനായി. സോ അതെ, എൻ്റെ ഫുഡ് റെഡിയായി. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. എൻ്റെ ഫുഡ് ഹീറ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ രാവിലെ എണീച്ചിട്ട് തിരിച്ച് ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു.